7 സീറ്റ് വാഹനമാണ് മഹീന്ദ്രന്റെ XUV 500 അല്ല. ഇത് എങ്ങനെയാണ് മോഡൽ? 2015 വണ്ടി. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. W8 വേരിയന്റ് ആണ്. ഓക്കെ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ആ. ഇന്റീരിയർ ആണെങ്കിലും സീറ്റ് കവറും സ്റ്റീരിയോ എക്സ്ട്രാ നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ടല്ലോ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ടയറൊക്കെ പുതിയ ടയറാണ്. പുതിയ പുത്തൻ ടയറാണ്. ഓക്കെ. ഈ അലോയ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. W8 വരുന്നത്. W8 വരുന്നത് അല്ലേ? ഓക്കെ. ഇത് സൺറൂഫ് വരുന്നില്ലല്ലോ. സൺറൂഫ് ഇല്ല. W8 ഇല്ല. ഓക്കെ. ഇത് എങ്ങനെയാണ് ആസ്ക്? ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് ഒരു ഒറ്റ വില. ഒറ്റ വില 5,25,000 രൂപ ഫൈനൽ. 5,25,000 കൊടുക്കും. 2015 വണ്ടി. 2015 XUV 500 W8 ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഫൈനൽ വില 2,00,000. ലോൺ എത്ര കിട്ടും? ലോൺ നമുക്കൊരു 5 ലക്ഷം രൂപ അടുപ്പിച്ച് ലോൺ. 5 ലക്ഷം രൂപ ലോണും കിട്ടും. KL14 ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. അങ്ങനെ വീണ്ടും ഞാൻ എന്നുള്ളത് മാറഞ്ചേരിയിലെ റോയൽസിലാണ്. ഒരുപാട് സാധാരണക്കാര വണ്ടികളാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന്റെ ഓണറാണ് എന്നോടൊപ്പം ഉള്ളത്. റാഷിദ് ഭായ് ആണ്. റാഷിദ് ഭായ് എന്തൊക്കെയുണ്ട്? കഴിഞ്ഞ വീഡിയോ തകർത്ത് അല്ലെ? കുഴപ്പമില്ല. കുറെ വണ്ടികൾ പോയിക്കണേ. ഒരു 3-4 വണ്ടി കാസർഗോഡേക്ക് പോയിട്ടുണ്ട് അല്ലെ? പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? കുഴപ്പമൊന്നുമില്ല. ഒന്നുകൂടി നമ്മള് റേറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് കുറച്ചുണ്ട്. ഒന്നുകൂടി കുറച്ച് കൊടുക്കാം. അന്നാൾ പറഞ്ഞതല്ല, വീണ്ടും കുറച്ച് കൊടുക്കാണ്. പിന്നെ അതല്ലാതെ കുറെ വണ്ടികൾ കയറിയിട്ടുണ്ട്. ഓക്കെ. ഇത് എങ്ങനെയാണ് പ്രോപ്പർ ലൊക്കേഷൻ പറഞ്ഞു കൊടുക്കുന്നത്? ഇത് ഗുരുവായൂർ പൊന്നാനി റോഡില് മാറഞ്ചേരി. ഓക്കെ. പൊന്നാനി ടു മാറഞ്ചേരി ആണ്. മലപ്പുറം ഡിസ്ട്രിക്ട് ആണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീഡിയോ നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിൽ വിളിച്ചാൽ മതി. പിന്നെ അപ്പോ നമുക്ക് നേരം കളയാതെ ഓരോ വണ്ടികളായിട്ട് കാണിച്ചു കൊടുക്കും അല്ലെ? നേരെ വീഡിയോയിലേക്ക്. അപ്പോ ഇവിടെ ആദ്യമായിട്ട് നമുക്കൊരു ലോ ബഡ്ജറ്റ് സ്വിഫ്റ്റ് കാറിലാണ് തുടങ്ങാം. ഇത് ഡീസൽ വണ്ടി അല്ലേ? ഡീസൽ വണ്ടി VDI. മോഡൽ എങ്ങനെയാണ്? 2011 മോഡല് ടൈപ്പ് 1 സ്വിഫ്റ്റ് VDI. ഓക്കെ. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. റീപ്ലേസ് ഒന്നുമില്ല. തട്ടുമുട്ട് പെരക്കൊന്നുമില്ല. എഞ്ചിൻപരമായിട്ടൊക്കെ ഫിറ്റ് ആണ്. ഫുൾ ഫിറ്റ് ആണ്. ഏറ്റവും അടിപൊളി എഞ്ചിനാണ് ഈ ടൈപ്പ് 1 എഞ്ചിൻ. നല്ല ഡ്യൂറബിലിറ്റി, നല്ല പെർഫോമൻസ്. നല്ല ഇപ്പൊ നിലവിൽ ഇപ്പൊ കണ്ടീഷനാണ് വണ്ടി. വേറെ സൂപ്പർ കണ്ടീഷൻ. ഇത് എത്ര ആസ്ക്? ഇത് നമുക്ക് ഫൈനലായിട്ട് 2,15,000 രൂപ. 2,15 കൊടുക്കാം. ഇത് ലാസ്റ്റ് പ്രൈസ് ആണോ? അല്ല, ലാസ്റ്റ് ഫൈനൽ പ്രൈസ്. നമുക്ക് പാർട്ടി വന്ന് കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും കൂടി ഓക്കെ. മൂപ്പര് ഇവിടെ പറയുന്ന വിലക്ക് ഏകദേശം മാക്സിമം ലാസ്റ്റ് വിലയാണ്. പിന്നെ ഇവിടെ വന്ന് വണ്ടിക്ക് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറുതായിട്ടൊന്ന് കുറച്ച് തരും. പിന്നെ ഇതിന് ലോൺ കിട്ടോ? ലോൺ നമ്മള് കമ്പനി ഫൈനാൻസ് കിട്ടൂല. സേട്ടുമാരെ അടവേ കിട്ടുള്ളൂ അല്ലെ? ഓക്കെ. അപ്പൊ വേണം വിളിച്ചോ. എങ്ങനെയാണ് മോഡൽ വരുന്നത്? 2017 വണ്ടി. ഒരു 78,000 ചില്ലറ കിലോമീറ്റർ. 78,000 ഓടിയിട്ടുള്ളൂ. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇല്ല. പിന്നെ ടയറൊക്കെ നമുക്ക് ഒരു 80% അബോവ് ടയേഴ്സ് ആണ്. സീറ്റ് കവർ ഇന്റീരിയറിൽ സീറ്റ് കവർ ഉണ്ട്, ഒരു സ്റ്റീരിയോ ഉണ്ട്. എല്ലാ ഭാഗവും ഓക്കെ. നമ്മളൊരു സർവീസും കൂടി ചെയ്തിട്ട് വണ്ടി ഡെലിവറി. തട്ടുമുട്ട് പരിക്ക് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു ഫോൾട്ട് കാര്യങ്ങളൊന്നും. എല്ലാ ഭാഗം ഫിറ്റ് ആണ്. നല്ല ക്വാളിറ്റി വണ്ടിയല്ലേ? എത്ര കൊടുക്കാം? ഫൈനൽ പ്രൈസ് 2,35,000 രൂപ കൊടുക്കും. 2,35 കൊടുക്കും. ഫുള്ള് ലോണിൽ കൊടുക്കും. ഫുള്ള് ലോൺ കയറില്ല. ചിലപ്പോ ഒരു 2,20 അല്ലെങ്കിൽ 2,10 കയറുള്ളൂ. ചെറിയ പൈസ നമ്മൾ. ഓക്കെ. 10-20 ഉറുപ്പ ഉണ്ട്. അതെ. 20 ഉറുപ്പ ഉണ്ടായിരുന്നു. അപ്പൊ ബാണാങ്ക് വിളിച്ചോ. ചെറിയ ബഡ്ജറ്റിൽ ഒരു ഇയോൺ ആണ്. എങ്ങനെയാണ് ഇത് മോഡൽ വരുന്നത്? ഇത് 2015 വണ്ടി. 1 ലിറ്റർ കാപ്പ എഞ്ചിനാണ്. 1000 cc വണ്ടി അല്ലേ? മാഗ്ന പ്ലസ് വേരിയന്റ് ആണ്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെന്താണ്, ഓട്ടോ നമുക്ക് 70,000 കിലോമീറ്റർ വണ്ടി ഓടിയുണ്ട്. പിന്നെ ടയറൊക്കെ നമുക്കൊരു ഒരു കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. അത്യാവശ്യം കട്ടുള്ള ടയറുണ്ട്. റീപ്ലേസ് ഒന്നുമില്ല. ഒരു സാധനം മാറിയില്ല. ഒരു സാധനം മാറില്ല. കമ്പനിയിൽ വന്ന പോലെ തന്നെയാണ്. തട്ടുമുട്ട് പേർക്ക് ഒന്നുമില്ല. എത്ര ഇതാസ്ക്? ഇത് നമുക്ക് ഫൈനൽ ആയിട്ട് 1,85,000 രൂപ കിട്ടും. 1,85 ഫൈനൽ പ്രൈസ്. അപ്പൊ നമുക്കൊരു 1.5 ലക്ഷം രൂപ 1,60 ലോൺ കിട്ടും. 2015 മോഡൽ. 2015 1 ലിറ്റർ കാപ്പ എഞ്ചിൻ. മാഗ്ന പ്ലസ് വേരിയന്റ് വണ്ടി. ഓക്കെ. അപ്പൊ ബാണാ വിളിച്ചോ. ആൾട്ടോ കേട്ടൺ നമുക്ക് നോക്കാം. ഇത് എങ്ങനെയാണ് മോഡൽ? ഇത് 2013 മോഡൽ. ആൾട്ടോ കേട്ടൺ VXI ആണ് വേരിയന്റ്. VXI ആണ്. AC പവർ സ്റ്റിയറിംഗ് 2 ഡോർ പവർ ഉണ്ടോ? 2 ഡോർ പവർ ഉണ്ടോ? ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ വണ്ടി ഓടിയിട്ടുള്ള 1 ലക്ഷം കിലോമീറ്റർ ഓടിയുണ്ട്. 1 ലക്ഷം കിലോമീറ്റർ ഓടി. ഇപ്പോഴും കമ്പനി സർവീസിൽ വണ്ടി കേട്ടോ. തന്നെ 13 മുതൽ ഇപ്പോഴും കമ്പനി സർവീസിലാണ്. ഇപ്പോൾ സർവീസ് ഉണ്ടല്ലോ, കമ്പനിയിലുണ്ട്. പിന്നെ ടയറൊക്കെ ആവറേജ് ആണ്. ഇൻഷുറൻസ് ഫുൾ കവർ ഇൻഷുറൻസ് പുതിയതുണ്ട്. റീപ്ലേസ് ഇല്ല. കാര്യമായിട്ടുള്ള റീപ്ലേസ് ഒന്നുമില്ല. മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയ
ഗ്ലാസും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. നല്ല കണ്ടീഷനുള്ള വണ്ടി. കണ്ടീഷനുള്ള വണ്ടി, ഇപ്പോഴും കമ്പനി സർവീസുള്ള വണ്ടി. അതെ അതെ. ഓക്കെ. എത്ര കൊടുക്കത്? ഇത് നമുക്ക് ഫൈനൽ 1,80,000 രൂപ കൊടുക്കാം. 1,80,000 കൊടുക്കാം. ലോൺ 1.5 ലക്ഷം രൂപ ലോൺ കിട്ടും. 1.5 ലക്ഷം രൂപ ലോൺ കിട്ടും അല്ലെ? ഓക്കെ. അപ്പൊ ബാണ വിളിച്ചോ. ഒറിജിനൽ കേരള ഇറ്റിയോസ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. മോഡൽ എങ്ങനെയായിരുന്നു അവസാനം? 2012 ഒറിജിനൽ. ഓക്കെ. ഓപ്ഷന് GD ആണ് വരുന്നത്. 2012 GD ആണ് വരുന്നത്. ഓക്കെ. 1,35,000 കിലോമീറ്റർ ഓടിയുണ്ട്. കമ്പനി സർവീസ് കാര്യങ്ങളാണ്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയറിലാണെങ്കിലും സ്റ്റീരിയോ ഉണ്ട്, സീറ്റ് കവർ ഉണ്ട്, സ്ക്രാച്ച് കാര്യങ്ങൾ എക്സ്റ്റീരിയർ ആയാലും ഇന്റീരിയർ ആയാലും സ്ക്രാച്ച് കാര്യങ്ങളൊന്നുമില്ല. തട്ടുമുട്ട് പേർക്കൊന്നുമില്ല. ഒന്നുമില്ല. 1,35,000 കിലോമീറ്റർ കമ്പനി ഹിസ്റ്ററിയിലാട്ടോ. ഹിസ്റ്ററി ഒക്കെ ഉണ്ടല്ലോ റണ്ണിങ്ങിന്റെ. ഇനി എത്ര ചോദിക്കണത്? ഇതിന് നമുക്ക് ഫൈനൽ ആയിട്ട് 3,65,000 രൂപ. 3,65,000 കൊടുക്കല്ലേ ഫൈനൽ റേറ്റ്? ഫൈനൽ റേറ്റ്. ലോൺ എത്ര കിട്ടും? നമുക്കൊരു 2.25-3 രൂപ റേഞ്ചിൽ ലോൺ പാസ്സാക്കി കൊടുക്കാൻ പറ്റല്ലേ? ഓക്കെ. അപ്പൊ ബാണാങ്ക് വിളിച്ചോ. സ്വിഫ്റ്റ് ഡിസൈർ കാണിച്ചു കൊടുക്കല്ലേ? ഇത് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2013 മോഡല് സ്വിഫ്റ്റ് ഡിസൈർ VDI. ഓക്കെ. വണ്ടി ഓടിയുള്ള 1.17 ഓടിയുണ്ട്. 1,17,000 കിലോമീറ്റർ ഓടിയുണ്ട്. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. മേജർ ആയിട്ടുള്ള ഇടികുത്ത് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ ഭാഗത്ത് നമ്മള് സീറ്റ് കവർ ഉണ്ട്, സ്റ്റീരിയോ ഉണ്ട്, കമ്പനി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉള്ളത്. ക്വാളിറ്റിയുള്ള വണ്ടിയാ. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സ്ക്രാച്ചസ്, ബോഡിമേ സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ ആണെങ്കിലും നല്ല നീറ്റാണ്. വണ്ടി നല്ല നീറ്റാണ്. പിന്നെ നമ്മളൊരു സർവീസും കൂടി ചെയ്തിട്ടേ കൊടുക്കുള്ളൂ വണ്ടി. തന്നെ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു സർവീസും കൂടി ചെയ്തു. നല്ല അടിപൊളി ഫാൻസി നമ്പറാണ്. അതെ അതെ അതെ. എത്ര ഇത് ആസ്ക്? ഇത് നമുക്ക് ഫൈനലായിട്ട് 3.5 ലക്ഷം രൂപ കിട്ടിയുണ്ട്. 3.5 കൊടുക്കാം. 3 ലക്ഷം രൂപ നമുക്ക് ലോൺ കിട്ടും. ഒരു 50,000 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ലോൺ ഇറക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ വാഹനം വിളിച്ചോ. 7 സീറ്റ് വാഹനമാണ് മഹീന്ദ്രന്റെ XUV 500 അല്ല? ഇത് എങ്ങനെയാണ് മോഡൽ? 2015 വണ്ടി. 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. W8 വേരിയന്റ് ആണ്. ഓക്കെ. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയർ ആണെങ്കിലും സീറ്റ് കവറും സ്റ്റീരിയോ എക്സ്ട്രാ ഫിറ്റിംഗ്, നല്ല ക്വാളിറ്റി സീറ്റ് കവർ ചെയ്തിട്ടുണ്ടല്ലോ. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. ടയറൊക്കെ പുതിയ ടയറാണ്. പുതിയ പുത്തൻ ടയറാണ്. ഓക്കെ. ഈ അലോയ്സ് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതാണ്. W8 വരുന്നത് അല്ലേ? ഓക്കെ. ഇത് സൺറൂഫ് വരുന്നില്ലല്ലോ? സൺറൂഫ് ഇല്ല. W8 ഇല്ല. ഓക്കെ. ഇത് എങ്ങനെയാണ് ആസ്ക്? ഇത് നമുക്ക് ഫൈനലായിട്ട് ഒരു ഒറ്റ വില 5,25,000 രൂപ ഫൈനൽ. 5,25,000 കൊടുക്കും. 2015 വണ്ടി. 2015 XUV 500 W8 ആണ്. ആവശ്യക്കാരുണ്ടെങ്കിൽ ഫൈനൽ വില 2 ലക്ഷത്തി. ലോൺ എത്ര കിട്ടും? ലോൺ നമുക്കൊരു 5 ലക്ഷം രൂപ അടുപ്പിച്ച് ലോൺ. 5 ലക്ഷം രൂപ ലോണും കിട്ടും. ചെറിയ ബഡ്ജറ്റിൽ ഈക്കോ ഒക്കെ നോക്കുന്നവർക്ക് എടുക്കാൻ പറ്റിയ ഒരു വാനാണ്. ഇത് മോഡൽ എങ്ങനെയാണ് വരുന്നത്? 2010 വണ്ടി. രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് നിൽക്കുന്നത്. K48 വടക്കാഞ്ചേരി രജിസ്ട്രേഷൻ വണ്ടി. ഓക്കെ. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. 90,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആകെ 90,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇന്റീരിയർ സീറ്റ് കവർ, ഒരു സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ കാരിയർ ഒക്കെ ഫിറ്റ് ചെയ്തല്ലേ? ആകുമ്പോഴതാ കാരിയറും ബമ്പറൊക്കെ ആകുമ്പോൾ. ഇത് വണ്ടിയിൽ തന്നെ വരുന്നതാ കമ്പനിന്ന്? എക്സ്ട്രാ ഫിറ്റിംഗ് ആണ്. അതൊക്കെ എക്സ്ട്രാ ഫിറ്റ് ആണ്. ഇതൊക്കെ എക്സ്ട്രാ ഫിറ്റ് അല്ലേ? അതെ അതെ അതെ. ഇത് നമ്മള് 5 കൊല്ലത്തെ പുതിയ പേപ്പർ, പുതിയ ടെസ്റ്റ് എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ 1,75,000 രൂപ. 1,75,000 കൊടുക്കാം. ലാസ്റ്റ് ആണോ? ലാസ്റ്റ് എന്തെങ്കിലും കസ്റ്റമർ വന്ന് നോക്കിയിട്ട് വണ്ടിയൊക്കെ നോക്കി ഓക്കെ ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കൂടി ചെയ്ത് കൊടുക്കാം. ലോൺ കിട്ടുമോ ഇതിന്? ലോൺ നമ്മൾ ചെയ്യില്ല. 2010 വണ്ടിയാണ്. ഓക്കെ. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ നോക്കിക്കോട്ടെ. ഇവിടെ ഒരു സ്വിഫ്റ്റ് ഡീസൽ ആണ്. ഇത് എങ്ങനെയാണ്? 2016 മോഡൽ സ്വിഫ്റ്റ് VDI. ഓക്കെ. 1,20,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇന്റീരിയറിൽ സീറ്റ് കവർ ഉണ്ട്, സ്റ്റീരിയോ ഉണ്ട്, സ്പോയിലർ ഉണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ. ടയേഴ്സ് ഒക്കെ നമുക്കൊരു 75% ടയേഴ്സ് ഉണ്ട്. ഇൻഷുറൻസ് നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസ് പുതിയത് എടുത്തു കൊടുക്കും. 4,40,000 രൂപയാണ് നമ്മൾ 4 ലക്ഷം രൂപ വരെയൊക്കെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഒരു 40,000 രൂപ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇറക്കി. വണ്ടി മെക്കാനിക് ഫുൾ ഫിറ്റ്. നമ്മൾ സർവീസ് 5,000 കിലോമീറ്റർ സർവീസ് ചെയ്തിട്ടേ കൊടുക്കുന്നുണ്ട്. നല്ല വണ്ടിയാണ്. അപ്പൊ ആവശ്യക്കാരുണ്ടെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു റിഡ്സ് കാർ ഡീസൽ വണ്ടി ചെറിയ ബഡ്ജറ്റിൽ കിട്ടും കേട്ടോ. എങ്ങനെയാണ് മോഡല്? 2012-13 രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പിൽ നിൽക്കുന്ന വണ്ടി. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഇന്റീരിയറിൽ സ്റ്റീരിയോ ഉണ്ട്, കുഴപ്പമില്ലാത്ത സീറ്റ് കവർ ഉണ്ട്. പിന്നെ K54 വന്ന വണ്ടിയാണ്. ഓപ്ഷൻ ഏതാ വരുന്നത്? റീപ്ലേസ് ഒന്നും മേജർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. എല്ലാ ഭാഗം നോക്കണം. ഫിറ്റ് ആണോ? നമ്മളൊരു സർവീസ് കൂടി ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ഇത് എത്ര ആസ്ക്? ഇത് നമുക്ക് ഫൈനലായിട്ട് നമ്മൾ സർവീസ് കൂടി ചെയ്ത് 2,65,000 രൂപ കൊടുക്കാം. 2,65,000 കൊടുക്കാം. ഫൈനലാണ്. ഫൈനൽ എത്ര പൈസ ഇറക്കാൻ പറ്റും?
ഇത് നമുക്കൊരു 2 ലക്ഷം രൂപ ലോൺ ഉണ്ട്. ₹2 ലോൺ കിട്ടും ലോൺ ഉണ്ട്. ഒരു 10-60 രൂപ. അപ്പൊ ആവശ്യമാണെങ്കിൽ വന്ന് നോക്കിക്കോട്ടോ. i10 ഗ്രാൻഡ് ആണ്, മാനുവൽ വണ്ടിയാണ്. എങ്ങനെയാണ് മോഡൽ വരുന്നത്? 2018 വണ്ടി. ഗ്രാൻഡ് i10 സ്പോർട്സ്. ഓക്കെ. ഓപ്ഷന് സ്പോർട്സ് വേരിയന്റ്. വേരിയന്റ് 76,000 ചില്ലറ കിലോമീറ്റർ ഓടിയുണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് ഒന്നുമില്ല. എല്ലാ ഒന്നുമില്ല. ടയറെല്ലാം പുതിയ ടയറുകളാണ്. ഇൻഷുറൻസ് ഫുൾ കവർ നമ്മൾ പുതിയ എടുത്തു കൊടുക്കും. പുതിയ ഇൻഷുറൻസ് നമ്മൾ എടുത്തു കൊടുക്കും. മോഡൽ കൂടിയൊരു വണ്ടിയാണ്, 18 വണ്ടിയാണ്. ഇത് നമുക്ക് ഫൈനലായിട്ട് ഒരു 3,85,000 രൂപ കൊടുക്കാം. 3,85 ലാസ്റ്റ് കൊടുക്കാം. അതിന് നമുക്കൊരു 3.5 ലക്ഷം രൂപ റേഞ്ചിൽ ലോൺ പാസ്സാവും. കസ്റ്റമർ വന്നിട്ട് എല്ലാം ഓക്കെ ആയെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറിയൊരു നല്ല കിണ്ണം പോലത്തെ ഇന്നോവ കാറാണ് നിങ്ങളെ കാണിക്കുന്നത്. റാഷിദ് ഭായ്, മോഡൽ എങ്ങനെയാണ്? 2015 മോഡൽ. ഓക്കെ. T4 ഇന്നോവ 2,60,000 കിലോമീറ്റർ ഓടിയുണ്ട്. കറക്റ്റ് കമ്പനി സർവീസ് ഉണ്ട്. ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഒരു ക്വാർട്ടർ ഗ്ലാസ് പോലും വണ്ടി റീപ്ലേസ്. ഈ കിലോമീറ്റർ തിരിച്ചു മറിച്ചൊന്നല്ല, കറക്റ്റ് ഹിസ്റ്ററി ഉള്ള ഒരു വാനാണ്. 2.5 ലക്ഷം കിലോമീറ്റർ കറക്റ്റ് ഹിസ്റ്ററി വണ്ടി. ഓക്കെ. തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. മെയിൻ ക്ലാസ് പോലും റീപ്ലേസ് ഇല്ല. മെയിൻ ക്ലാസ് ഒറിജിനൽ ക്ലാസ്. അത്രയും പക്ക വണ്ടിയാണ്. നമ്പർ മാറിയ ഒരു വാനാണ്. KL54 നമ്മൾ നമ്പർ ആക്കി. ഓക്കെ. പൊന്നാനി റേസിലാണ് നിൽക്കുന്നത്. ഇത് എത്ര ആസ്ക്? ഇത് നമുക്കൊരു 8.5 ലക്ഷം രൂപ കൊടുക്കാം. 8 കൊടുക്കാം. ഫൈനലായിട്ടാ എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം. ആൾക്കാർ വരട്ടല്ലേ? വണ്ടിയൊക്കെ ചെക്ക് ചെയ്ത് പറ്റുന്നുണ്ടെങ്കിൽ വില പിന്നെയും പൊടിച്ചു കൊടുക്കും. എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ ബാണം വിളിച്ചോ. നല്ലൊരു അടിപൊളി ഇന്നോവ ക്രിസ്റ്റയാണ് നിങ്ങളെ കാണിക്കുന്നത്. കറക്റ്റ് ജെനുവിൻ കിലോമീറ്റർ ഓടിയ ഒരു വാനാട്ടാ. ഇത് നമ്പർ മാറിയതാണ്. നിലവിൽ 54 മാറിയിട്ടുണ്ട്. ഓട്ടം കറക്റ്റ് ആണ്. ചെറിയ ഓട്ടം ഓടിയിട്ടുള്ളൂ. ഇത് റാഷിദ് ഭായ് എങ്ങനെയാണ് മോഡൽ വരുന്നത്? ഇത് 2018 മോഡൽ ജി വേരിയന്റിൽ മാനുവൽ വണ്ടി. 1,03,000 കിലോമീറ്റർ ഓടിയുണ്ട്. കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. KL54 നമ്മൾ നമ്പർ ആക്കിയിട്ടുണ്ട്. ഫ്രണ്ട് ന്യൂ ടൈപ്പ് ആക്കിയിട്ടുണ്ട്. വണ്ടി ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഗ്ലാസ് കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. ക്വാളിറ്റിയാണ് വണ്ടി. നല്ല ക്വാളിറ്റി വണ്ടിയാണ്. വിശ്വസിച്ചെടുക്കാൻ പറ്റുന്ന. എങ്ങനെയാണ് പ്രൈസ്? ഇത് വരുന്നത് 15.5 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഇത് നമ്മള് ഒരു 12 ലക്ഷം രൂപയുടെ മേലൊക്കെ നമുക്ക് ഫൈനാൻസും ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്പർ മാറ്റിയോണ്ട് നമുക്ക് വേഗം ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. 2-3 റുപ്യന്റെ ഉള്ളിൽ വേണ്ടി വരും. 2.5 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ലോൺ തുറക്കാൻ പറ്റും. ഓക്കെ. തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. സ്ക്രാച്ചസ് കാര്യങ്ങളൊന്നും. ഇന്റീരിയറിലൊക്കെ നല്ല സീറ്റാറാണ്. റിവേഴ്സ് ക്യാമറ ഉണ്ട്. LED സ്റ്റീരിയോ ഉണ്ട്. എല്ലാം നല്ല നീറ്റ് വണ്ടിയാണ്. ഓക്കെ. അപ്പൊ ആവശ്യക്കാണെങ്കിൽ വേഗം വന്ന് നോക്കിക്കോട്ടോ. ഇവിടെ ഒരു കിളിക്കൂട് പോലത്തെ ഒരു വിറ്റേര ബ്രസ്സാണ്. എക്സ്ട്രാ ഫിറ്റ് കയറിയിട്ടുണ്ടല്ലോ ഇതില്. ഇത് ഏതാണ് മോഡൽ? ഇത് 2016 മോഡൽ ZDA+ വണ്ടിയാണ്. ഡീസൽ വണ്ടിയാണ്. 1,30,000 കിലോമീറ്റർ. ഓപ്ഷൻ ടോപ്പ് ആണ്. ZDA+ ടോപ്പിന്റെ വേരിയന്റ് ആണ്. ഓക്കെ. അലോയ്സ് കാര്യങ്ങൾ സ്റ്റാർട്ടൊക്കെ വരുന്നുണ്ട്. എല്ലാം ഉണ്ട് അല്ലേ? ഓക്കെ. എക്സ്ട്രാ ഫിറ്റിംഗ് നോക്കുകയാണെങ്കിൽ റൂഫ് റെയിൽ, റോവർ ഗ്രില്ല്, അങ്ങനെ LED സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ, ആംബിയൻസ് ലൈറ്റുകൾ എല്ലാം ഉണ്ട്. ഒരുപാട് എക്സ്ട്രാ ഫിറ്റ് കയറിയ ഒരു വാനാണ്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഒരു സാധനം മാറിയില്ല. ഒക്കെ ഒറിജിനൽ. തട്ടുമുട്ട് പരിക്കൊന്നുമില്ല. നല്ല ഹൈ ക്വാളിറ്റി അലുവ കസ്റ്റം പോലത്തെ ഒരു വാനമാണ്. എത്ര കൊടുക്കുക ഇത്? ഇത് നമുക്ക് ഫൈനൽ ഒരു 6,65,000 രൂപ. 6,65 ഫൈനലായിട്ട് കൊടുക്കുക. എത്ര പൈസ ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റൂ? ഇത് ഒരു 1 ലക്ഷം രൂപ ഒരു 65,000 രൂപ കൊണ്ട് ഇറക്കും ചെയ്യാം. ഒരു 6 ലക്ഷം രൂപ അടുപ്പിച്ച് നമുക്ക് ലോൺ പാസ്സാക്കി കൊടുക്കാൻ പറ്റൂല്ലേ? ഓക്കെ. ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം വന്ന് നോക്കൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കളറും കൂടിയാണ്. ഇവിടെ നല്ലൊരു അടിപൊളി ഹ്യുണ്ടായിന്റെ ക്രെറ്റയാണ് നിങ്ങളെ പരിചയപ്പെടുന്നത്. അപ്പോ ഈ വണ്ടിയും കൂടി കാണിച്ചിട്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കാണിച്ച ഏതെങ്കിലും വാഹനങ്ങൾ നിങ്ങൾക്ക് എടുക്കാനോ അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങൾ ലൊക്കേഷനൊക്കെ അറിയാൻ മൂപ്പരെ നമ്പർ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ വിളിച്ചാൽ മതി. ഇത് ലൊക്കേഷൻ വരുന്നത് മാറഞ്ചേരി അല്ല, എങ്ങനെയാണ്? പൊന്നാനി ഗുരുവായൂർ റൂട്ടില് മാറഞ്ചേരി. ഓക്കെ. പ്ലേസ് വരുന്നത് മാറഞ്ചേരിയാണ്. അപ്പൊ കൂടുതൽ ഡീറ്റെയിൽ അറിയാൻ വീടുള്ള നമ്പറിൽ വിളിച്ചാൽ മതി. എക്സ്ചേഞ്ച് ഒക്കെ നിങ്ങൾ ചെയ്യൂലേ? എക്സ്ചേഞ്ച് ഇവർക്ക് പറ്റിയ വണ്ടികളാണെങ്കിൽ എക്സ്ചേഞ്ച് ചെയ്യൂ കേട്ടോ. പിന്നെ അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് പറഞ്ഞു കൊടുക്കാം അല്ലേ? ഇത് എങ്ങനെയാണ് മോഡൽ? 2019 വണ്ടി. വണ്ടി ഓടിയിട്ടുള്ളത് 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതൊരു പെട്രോൾ വണ്ടിയാണ്, മാനുവൽ ആണ്. 1.6 ആണ് CC വരുന്നത്. രണ്ടാമത്തെ ഓണർഷിപ്പ് ആണ്. എല്ലാ 10,000 കിലോമീറ്ററിലും കമ്പനി ഹിസ്റ്ററി നമ്മുടെ കയ്യിലുണ്ട്. ഓട്ടം എത്ര പറഞ്ഞു? 1 ലക്ഷം കിലോമീറ്റർ. 1 ലക്ഷം. പിന്നെ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. അഡീഷണൽ ഫിറ്റ് എന്ന് കയറിയിരിക്കണം. സ്റ്റീരിയോ, റിവേഴ്സ് ക്യാമറ, സീറ്റ് കവർ, അങ്ങനല്ല. ഓക്കെ. വേറെ വേരിയന്റ് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. അത്യാവശ്യം എല്ലാം വരുന്നത്.
എല്ലാ സെറ്റപ്പ് ഉള്ള ഒരു വാഹനമാണ്. തട്ടുമുട്ട് റീപ്ലേസ് ഒന്നുമില്ല. എത്ര കൊടുക്കാം? ഇത് നമുക്ക് ഫൈനലായിട്ട് ഒരു 7.85 7.85 കൊടുക്കാം. 2019 പെട്രോൾ ക്രെറ്റയാണ്.